എന്താണെന്നറിയില്ല കിരണേട്ട, അവരെൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു പ്രത്യേക അനുഭൂതി എനിക്ക് അനുഭവപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട ആരുടെയോ അടുത്ത് നിൽക്കുന്നത് പോലുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരൺ പറയാണ്, ശരിയാണ് കല്യാണി, അവരെ കാണുമ്പോൾ തന്നെ എനിക്കും വല്ലാത്തൊരു എന്തോ ഒരു ആകർഷണം എനിക്ക് തോന്നുന്നു അവരോട് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കിരണും കല്യാണിയും. ആരെക്കുറിച്ചായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, ഏത് സാഹചര്യത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാവും. അപ്പോൾ അത് പറയാനായിട്ട് ഞാനും ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ പ്രകാശനോട് നമ്മുടെ കാർത്തിക പറയുകയാണ്, അച്ഛ ഇനി എന്തായാലും അച്ഛനും അമ്മൂമ്മയും ഇവിടെ വന്ന് താമസിച്ചാൽ മതി, എത്രയും പെട്ടെന്ന് നിങ്ങൾ പോര് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണം, മോളെ അത് പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മയോടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയണേ, ഇനി എന്താ അച്ഛാ ആലോചിക്കാനുള്ളത്, അച്ഛൻ ഇങ്ങ് പോര്, ഞാനല്ലേ വിളിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശൻ എസ് പറഞ്ഞിട്ട് പ്രകാശൻ ഇങ്ങനെ പോവുകയാണ്. പ്രകാശൻ ഇറങ്ങി പോകുന്ന സമയത്തിന് നമ്മുടെ കാർത്തിക ചിന്തിക്കണം, അയാളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ മാനമുട്ട ഉയരട്ടെ, അതിനുശേഷം ഇയാളെ കാലെ വലിച്ച് നിലത്തിട്ടൊരടിയുണ്ട്, നാണം കെട്ടവൻ എന്നിങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ കാർത്തിക. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ മൂങ്ങയാണെങ്കിൽ വെറ്റിലയും പാക്കും തിന്നുകയാണ്, മുറുക്കാൻ തിന്നുകയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രകാശൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. പ്രകാശനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മൂങ്ങ ചോദിക്കണം, എടാ പ്രകാശ, നീ ഇത്രയും നേരം എവിടെ ആയിരുന്നടാ പ്രകാശ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണ, അമ്മേ അവളില്ലേ അമ്മേ, അവൾക്കൊപ്പമായിരുന്നു ഞാൻ. എന്താടാ പ്രകാശ നീ പറയുന്നത്, എൻ്റെ പുതിയ മുതലാളിച്ചില്ലേ അമ്മേ, അവൾക്കൊപ്പം അവളാണെങ്കിലുണ്ടല്ലോ എന്നെ അവളങ്ങ് ദത്തെടുത്തിരിക്കുക. ഇപ്പോൾ അവൾ പറയുന്നത് ഞാൻ അവളുടെ അച്ഛനാണെന്നാണ് പറയുന്നത്. എന്താടാ പ്രകാശ നീ പറയുന്നത്? എൻ്റെ അമ്മേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ, അവളുടെ അച്ഛനും ഞാനും തമ്മിൽ തിരിച്ചറിയത്തേ ഇല്ല. അവളുടെ അച്ഛൻ അവളെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിലും അവളുടെ അച്ഛന് പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നില്ല എന്നൊക്കെയാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയാവോ? എനിക്കുണ്ടല്ലോ 2 പെൺകുട്ടികളുണ്ട്, ഏറ്റവും ഇളയതൊരു ആൺകുട്ടിയുണ്ട്. എന്നാൽ ഈ 2 പെൺകുട്ടികളെ ഞാൻ നിലത്ത് വെക്കാതെയാണ് നോക്കിയത്. കാര്യം എന്താണെന്ന് വെച്ചാലേ, എനിക്ക് പെൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. ആൺകുട്ടികളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് പെൺകുട്ടികളെ തന്നെയാണ്. പക്ഷേ അവർ വിവാഹം കഴിഞ്ഞ് അവരെ ഇഷ്ടത്തിന് പോയപ്പോൾ പിന്നീട് അവർക്ക് 2 പേർക്കും എന്നെ വേണ്ടാതായി എന്നൊക്കെയാണ് അമ്മേ ഞാൻ അവളോട് പറഞ്ഞത്. പിന്നെ നമുക്ക് പെൺകുട്ടികളെയൊന്നും ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമുക്ക് 2 പേർക്കും അറിഞ്ഞാൽ പോരെ, എന്തിനാ അതൊക്കെ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞ് നടക്കുന്നത്? അത് ശരിയാടാ പ്രകാശ, അത് ശരിയാ. അമ്മേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇനി എപ്പോഴെങ്കിലും അമ്മ അവളെ കാണുന്ന സമയത്തുണ്ടല്ലോ അവളോട് എനിക്ക് പെൺകുട്ടികളോട് വെറുപ്പാണ് എന്നുള്ള കാര്യമൊന്നും പറഞ്ഞു വെക്കരുതേ. ഇല്ലടാ പ്രകാശ, ഞാനായിട്ടൊന്നും പറയാൻ പോണില്ല. അമ്മേ, ഇനി മുതൽ നമ്മൾ താമസിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാമോ? എവിടെയാടാ പ്രകാശ? അതെ അമ്മേ, അവളുടെ വീട്ടിലാണ്. നീ ഈ പറയുന്നത് സത്യമാണോടാ പ്രകാശ? പിന്നെ അല്ലാതെ അമ്മേ, ഞാൻ അവളോട് പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ അവൾക്ക് നിർബന്ധം, നമ്മൾ അവൾക്കൊപ്പം തന്നെ വന്ന് താമസിക്കണം എന്ന്. അവൾ അവിടെ ഒറ്റയ്ക്കാണേ, പിന്നെ ഒരു ജോലിക്കാരിയുണ്ട്. അപ്പോൾ അവളിങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോഴത്തേക്കേ അമ്മേ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ അവൾ പറയുകയാണ്, അവളുടെ അച്ഛനെ പോലെ ഞാൻ ഇരിക്കുന്നത് കൊണ്ട്, അവൾക്ക് അച്ഛനില്ലാത്തത് കൊണ്ട് അവൾ എന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പിന്നെ അവൾ അത്രയും നിർബന്ധിച്ച് പറയുമ്പോൾ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അത് ശരിയാടാ പ്രകാശ. പിന്നൊരു കാര്യമുണ്ടമ്മേ, അവിടെ ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ അമ്മ കമാന്നൊരക്ഷരം അവളുടെ അടുത്ത് സംസാരിക്കരുത്. എന്ന് വെച്ചാലേ നമുക്ക് പെൺകുട്ടികളോട് അലർജിയാണെന്നുള്ള കാര്യമൊന്നും അവൾ അറിയരുത് കേട്ടോ. ഇല്ല മോനെ, ഞാനായിട്ട് അതൊന്നും പറയത്തില്ല. അമ്മ ഓർമ്മിക്കാതെ പോലും അമ്മയുടെ വായിന്നതൊന്നും വീഴരുത്. ഇല്ലട പ്രകാശ, ഞാനായിട്ട് പറയില്ല. പിന്നെ അമ്മേ, എനിക്കുണ്ടല്ലോ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ജോലിയൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവളുടെ ഡ്രൈവറായിട്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ അവളെ കൊണ്ട് എന്നെ ഇങ്ങ് ഇറക്കണം എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട്. അത് വേണോടെ പ്രകാശ, നമ്മുടെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, അപ്പോൾ അവന് നമ്മൾ ഇറക്കുക തന്നെ വേണം. അത് മാത്രമല്ല അമ്മേ, എൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. എന്താടാ നിൻ്റെ മനസ്സിലുള്ള കണക്കൂട്ടൽ? എൻ്റെ അമ്മയല്ലേ നിങ്ങളെ കൊണ്ടത് പറ്റുമെങ്കിൽ ഒന്ന് പറ.
എന്നിങ്ങനെ പറയണം. അപ്പോൾ മൂങ്ങ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണേ, എടാ പ്രകാശ, നിനക്ക് വിക്രത്തെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ചാണോടാ നീ ചിന്തിച്ച് കൂട്ടുന്നത്? ആഹാ, ഈ തല നിറച്ച് ബുദ്ധിയാണല്ലോ അമ്മേ, ബുദ്ധി രാക്ഷസി എന്നെ എൻ്റെ അമ്മ. എൻ്റെ അമ്മയല്ലേ, പിന്നെ ബുദ്ധി ഇല്ലാണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശം പറയണ, അമ്മേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അവളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിക്രത്തെക്കാൾ കുറച്ചുകൂടി പ്രായക്കൂടുതൽ തോന്നിക്കും. അല്ല, തോന്നലല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ഭയങ്കര പണക്കാരിയമ്മേ, പൂത്ത കാശുണ്ട് അവളുടെ കയ്യിൽ. പിന്നെ അവളെന്നെ അച്ഛാന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൂടുതലും നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ മൂങ്ങ പറയണം, ഏയ് പ്രായക്കൂടുതലൊന്നും കാര്യമില്ലടാ പ്രകാശ, ഇപ്പം എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ അതൊക്കെ നോക്കുന്നത്, ഇപ്പം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ലടാ എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അതിനുശേഷം മൂങ്ങ പറയണം, എടാ പ്രകാശ, എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അവൾക്ക് പ്രായക്കൂടുതലൊന്നും നമ്മളെത്ര വലിയ കാര്യമാക്കണ്ടടാ. കാരണം നമ്മളെ കുഞ്ഞിന് ഒരുപാട് പോരായ്മകളില്ലേ. എന്താ അമ്മേ നമ്മുടെ കുഞ്ഞിനുള്ള പോരായ്മ? എടാ പ്രകാശ, നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ അവൻ രണ്ടാം കെട്ടല്ലേടാ, 2 കെട്ടിയതല്ലേ. അത് മാത്രമല്ല, അവൻ ജയിൽ പുള്ളിയാണ്, കള്ളനാണ്, കണ്ടവരുടെയൊക്കെ പിടിച്ചു പറിക്കാൻ നടക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരുത്തന് എവിടെയെങ്കിലും നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് കിട്ടൂടാ പ്രകാശം. ഇതേ അമ്മേ, അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. എടാ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളടാ മക്കളെ ഈ പറയുന്നത്, വേറെ ആരും കേട്ടിട്ടില്ലല്ലോ, സത്യമല്ലേടാ അമ്മ ഈ പറയുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ പ്രകാശം പറയണം, എന്തായാലും ശരി തന്നെ, എൻ്റെ കുഞ്ഞിറങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ അവളെ കൊണ്ട് ഞാൻ അവനെ വിവാഹം കഴിപ്പിക്കും എന്നിങ്ങനെ, അല്ല അവനെ കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിപ്പിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ മൂങ്ങ പറയണം, എടാ പ്രകാശ, അതൊക്കെ നടക്കൂടാ. നടക്കും അമ്മേ, അമ്മ നോക്കിക്കോ. അങ്ങനെയാണെങ്കിലേ, പക്ഷെ എനിക്ക് ഒരു കാര്യത്തിലാടാ പേടി. എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? എന്താ അമ്മേനെ പേടി? മറ്റൊന്നും അല്ലടാ പ്രകാശ, അവൻ ചിലപ്പോൾ അവളെ തലമണ്ട എങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് വല്ലതും കൈയിട്ട് വാരിക്കൊണ്ട് പോവോടാ, അതാ എൻ്റെ പേടി എന്നിങ്ങനെ പറയണ്. ദേ അമ്മേ, അവൻ അങ്ങനെ ചെയ്താലുണ്ടല്ലോ, അവനെ ഞാൻ തന്നെ കൊല്ലും. ഒന്നുകിൽ ഞാൻ അവനെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവനെ തൂക്കിക്കൊല്ലാൻ ജഡ്ജിയോട് പറയും. ഇപ്പം തന്നെ അവൻ തലമണ്ട തല്ലിപ്പൊട്ടിച്ച കേസിൽ തന്നെ എനിക്ക് അവനോട് ഇത്തിരി വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴുണ്ടല്ലോ ഞാനതങ്ങ് മറന്നു കളഞ്ഞതാ. ഇനി അതങ്ങനെ ചെയ്താലുണ്ടല്ലോ ഞാൻ ക്ഷമിക്കില്ല. പിന്നെ നല്ലൊരു ബന്ധമാണമ്മേ. പിന്നീട് അവൻ അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ മൂങ്ങയോട് നമ്മുടെ പ്രകാശം പറയണം. അങ്ങനെ അവർ ഭയങ്കര ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ കല്യാണി വന്നിരിക്കുകയാണ്, നമ്മുടെ കാർത്തിക ഫുഡിൽ വന്നിരിക്കുകയാണ്. അവിടെ എന്താണ് പുള്ളിക്കാരത്തി വന്നിട്ട് ഇൻറ്റീരിയർ വർക്കിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വർക്കുകളൊക്കെ ഏകദേശം തീർന്നിരിക്കുകയാണ്. നാളെ കൊണ്ട് എല്ലാം ക്ലിയർ ആയിക്കോളും എന്നാണ് ഇങ്ങനെ കല്യാണി പറയുന്നത്. അങ്ങനെ ഓരോ ഭാഗത്തിൻ്റേതായിട്ട് ഓരോ മുക്കും മൂലയിലും ഒക്കെ നമ്മുടെ കല്യാണി ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഒപ്പം നമ്മുടെ ഹരിസാറും ഉണ്ട്, മാനേജർ ഹരിസാറും ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക അങ്ങോട്ടേക്ക് വരികയാണ്. കാർത്തിക വന്നിട്ട് പറയണത്, വളരെ നന്നായിട്ടുണ്ട് കല്യാണി, സൂപ്പറായിട്ടുണ്ട് എന്നിങ്ങനെ പറയണ. എല്ലാം ഫിനിഷ് ചെയ്തല്ലോ പറയുന്നതിനെ അമ്മച്ചി, ഇത്ര പെട്ടെന്ന് വർക്കൊക്കെ തീരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഉടനെ നമ്മുടെ കല്യാണി പറയുകയാണ്, വർക്ക് തീർന്നിട്ടൊന്നുമില്ല, നാളെ കൂടി കൊണ്ടേ തീരുള്ളൂ. വർക്ക് അങ്ങനെ തീരുമെന്നുണ്ടെങ്കിൽ, നാളെ കൊണ്ട് തീരുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇനാഗുറേഷൻ വെക്കാം എന്നിങ്ങനെ പറയണം. എല്ലാം ഫാസ്റ്റായിട്ട് നടക്കട്ടെന്നേ. പിന്നെ ഇനാഗുറേഷന് അധികം ആളുകളെയൊന്നും ഞാൻ ക്ഷണിക്കുന്നില്ല. കല്യാണിയും കിരണും ഉറപ്പായിട്ടും വരണം. പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കല്യാണിയുടെ ചേച്ചിയല്ലേ കാദംബരി, അതെ, കാദംബരി ചേച്ചിയും കൂടി കൂട്ടണം കേട്ടോ എന്നിങ്ങനെ പറയാണ്. ഉറപ്പായിട്ടും ചേച്ചി ഞാൻ കൊണ്ടുവരും, ഹരിസാറും വരണേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നിന്നിട്ട് നമ്മുടെ പേര് മറന്നുപോയി, നമ്മുടെ കാർത്തിക പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക പറയുകയാണ്, ഒരു കാര്യമുണ്ട് കേട്ടോ, ഇനി എനിക്കൊരു വീട് പണിയേണ്ട കാര്യമുണ്ട്. ആ കൺസ്ട്രക്ഷൻ വർക്ക് കിരണിനെ ഏൽപ്പിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, ഭയങ്കര സന്തോഷമാണ് കല്യാണിക്ക്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയുകയാണ്, ആ വർക്കിൻ്റെ അഡ്വാൻസ് ഇപ്പോഴേ തന്നേക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയണ, വേണ്ട, അഡ്വാൻസ് ഒന്നും ഇപ്പോഴേ തരേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളങ്ങനെ അഡ്വാൻസ് ഒന്നും മുമ്പേ വാങ്ങിക്കാറില്ല. അങ്ങനെയല്ലല്ലോ, ഞാൻ ചെക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാഗ് തുറന്നിട്ട് ഒരു ചെക്ക് എടുത്ത് കല്യാണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. കല്യാണി നോക്കുമ്പോൾ അത് 5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ കല്യാണി ചോദിക്കണേ, എന്തിനാ ഇത്രയൊക്കെ രൂപ എന്നിങ്ങനെ ചോദിക്കണേ, എന്തിനാ ഇത്രയൊക്കെ രൂപ, ഇത്രയും രൂപയൊക്കെ അഡ്വാൻസ് തരേണ്ട കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയുകയാണ്,
പറയാണ്, അതിനെന്താ, എനിക്ക് വിശ്വാസമാണ്. എന്തായാലും പറയുന്ന സമയത്തേക്കാൾ കൂടുതൽ മുന്നേ നിങ്ങൾ ഈ വർക്ക് പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ അഡ്വാൻസ് തരുന്നത്. പിന്നെ വർക്കും മോശമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ കല്യാണി പറയുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തിക പറയാണ്, രണ്ടും കായായോണ്ട് മാറിപ്പോണ്. അങ്ങനെ നമ്മുടെ കാർത്തിക കല്യാണിയോട് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് രണ്ടാളും പിരിയാണ്. പിന്നീട് കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണി കിരണും ഓഫീസിൽ ചെല്ലുകയാണ്. രണ്ടുപേരും സൈറ്റിൽ നിന്നൊക്കെ വിട്ടിട്ട് അതായത് കല്യാണിയുടെ ക്യാബിനിൽ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കല്യാണി കിരണിൻ്റെ കയ്യിൽ ഈ ചെക്ക് കൊടുക്കുകയാണ്, കാർത്തിക തന്ന ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കിരൺ അത് എടുത്ത് നോക്കിയിട്ട് പറയുകയാണ്, എന്തിനാ ഇത്രയും വലിയ എമൗണ്ടൊക്കെ തരുന്നത്? നിനക്ക് പറയാമായിരുന്നില്ലേ, ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നു? നമ്മളങ്ങനെ ആദ്യമേ കൂട്ടി ഇത്രയും അഡ്വാൻസ് ഒന്നും വാങ്ങിക്കാറില്ലല്ലോ. ഇതിപ്പോൾ 40% അഡ്വാൻസ് ആയല്ലോ, അതായത് മുഴുവൻ തുകയുടെ 40% ഉണ്ടല്ലോ എന്നാണ് കിരൺ പറയുന്നത്. അപ്പോൾ കല്യാണി പറയണേ, ഞാൻ പറഞ്ഞതാണ്, പക്ഷേ എന്താണെന്നറിയില്ല. പിന്നെ അവരെ കാണുമ്പോഴുണ്ടല്ലോ എന്തോ ഒരു മുജ്ജന്മ ബന്ധം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു തോന്നൽ, ഒരു വിങ്ങൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക്. എന്താണെന്ന് അറിയില്ല കിരണേട്ട എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കല്യാണി പറയണം, അല്ല, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും പിന്നെ വീണ്ടും കാണുമ്പോൾ എനിക്ക് അവരെ വീണ്ടും കാണാനുള്ളൊരു ത്വര ഉണ്ടാവും. അതെൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ ഇവരോട് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക ഇഷ്ടം തോന്നുകയാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയാണ്, നിനക്ക് മാത്രമല്ല കല്യാണി, ശരിക്കും എനിക്ക് അവരെ കാണുമ്പോഴും എന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നാറുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കല്യാണി പറയാണ്, അടുത്ത ദിവസമാണ് അവരുടെ ഇനാഗുറേഷൻ ചടങ്ങ്. അപ്പോൾ കിരണേട്ടനെയും കാദംബരി ചേച്ചിയും കൊണ്ട് ചെല്ലണമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ അടുത്ത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കിരണിനോട് എന്നിട്ട് കല്യാണി പറയാണ്, അതുമാത്രമല്ല അവരുടെ ഇനാഗുറേഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ കല്യാണിയത്? അത് സാധാരണ നമ്മൾ പകൽ സമയത്തല്ലേ അത് നടത്തുന്നത്, ഇത് പുലർച്ചെയാണ് നടത്തുന്നത്. പുലർച്ചെയോ? അതേന്നേ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ, അതായത് 4 മണിക്കും 5:30ക്കും ഇടയ്ക്കുള്ളൊരു സമയത്താണ് ഇനാഗുറേഷന് വെച്ചിരിക്കുന്നത് എന്ന് പറയണേ. ഇത് കുറച്ച് അത്ഭുതമായിട്ടുണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെയൊക്കെ? കിരണേട്ടാ, ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയമുണ്ടല്ലോ എല്ലാത്തിനും നല്ലതാണ്. പണ്ട് ഞാൻ 4 മണിക്ക് ഉണരുമായിരുന്നു, എന്നിട്ട് ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അതിൻ്റെ ഗുണം എനിക്ക് പിന്നീട് കിട്ടുകയും ചെയ്തു ജീവിതത്തിൽ. അപ്പോൾ കിരൺ പറയാണ്, എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്വഭാവം. ഞാൻ വെളുപ്പിനെ എണീച്ചിട്ട് എക്സസൈസ് ചെയ്യാൻ പോകുമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂങ്ങയും നമ്മുടെ പ്രകാശനുമാണ്. അവർ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയാണ് പോകാനായിട്ട്, നമ്മുടെ കാർത്തികയുടെ വീട്ടിൽ പോകാനായിട്ട് എല്ലാം പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മൂങ്ങ ചോദിക്കണേ, എടാ പ്രകാശ, നമ്മളിതെല്ലാം കൂടെ വാരികെട്ടി അങ്ങോട്ട് ചെല്ലുന്നു, ഇനി ഈ പോകുന്ന പോക്കിൽ തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് ഓടേണ്ടി വരുമോ? അപ്പോൾ പ്രകാശം പറയുകയാണ്, എന്താ അമ്മേ, ഇതങ്ങനൊന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, അവൾ എന്നെ അച്ഛനായിട്ട് തന്നെ ദത്തെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല അമ്മേ. നമ്മൾ കുറേയൊക്കെ അനുഭവിച്ചില്ലേ, അതിനൊക്കെ നമുക്കൊരു നല്ല വശം ഉണ്ടാവാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശം പറയുകയാണ്. അപ്പോൾ മൂങ്ങ പറയണേ, എടാ പ്രകാശ മോനെ, അവിടെ AC ഉണ്ടാവോടാ? AC ഇല്ലെങ്കിൽ എന്താ, തള്ള കിടക്കില്ലേ? എടാ മോനെ, നിനക്കറിഞ്ഞൂടെ, ആദ്യം നമ്മൾ സോണിയുടെ വീട്ടിൽ ചെന്ന സമയത്തുണ്ടല്ലോ അവിടെ AC ഉണ്ടായിരുന്നു. എത്ര നല്ല ജീവിതമായിരുന്നു നമുക്കവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു മൂദേവിയുടെ വീട്ടിൽ ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ AC ഇല്ല, ഒരു ഫാൻ പോലും ഇല്ല. അപ്പോൾ ഒരു ചൂടത്തൊക്കെ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടതാടാ പ്രകാശ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയാണ്, AC ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ലമ്മേ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ പിടിച്ചു നിന്നിട്ട് നമ്മുടെ മോനെ ഞങ്ങൾക്ക് ഇറക്കണം. സത്യത്തിൽ നമ്മുടെ വിക്രത്തിൻ്റെ ഐശ്വര്യത്തിലെ അമ്മ നമ്മളിപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ, ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞത് അവൻ രാജപദവി അവന് കിട്ടുന്നതെന്ന്. അതിൻ്റെ ഗുണം അമ്മയെ നമ്മളിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൂടെ ഒരു താഴ്ച വരുമ്പോൾ വീണ്ടും ഒരു ഉയർച്ച വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശൻ ഇങ്ങനെയൊക്കെ പറയുകയാണ്. അപ്പോൾ മൂങ്ങ പറയണേ, എടാ പ്രകാശ, ഞാൻ ഒരുങ്ങിയിട്ട് എങ്ങനെ ഉണ്ടടാ, കൊള്ളാമോ? ഒരാട്യത്തൊക്കെ ഇല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ നോക്കിയിട്ട് പറയണ, ഒരാട്യത്തക്കാരി വന്നിരിക്കുന്നു. എൻ്റെ അമ്മയല്ലേ, പിന്നെ ആദ്യത്തം കാണാതിരിക്കുന്നത് എങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മൂങ്ങ പറയാണ്, അല്ലെങ്കിലും എന്നെ കണ്ടാൽ നല്ല ആദ്യത്തൊക്കെ തോന്നുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് തോന്നാത്തത് നിൻ്റെ കാര്യത്തിലേ ഉള്ളടാ പ്രകാശ. നിന്നെ കണ്ട ഒരു ചേലും എനയും ഇല്ലടാ പ്രകാശ.
ഓഹോഹോ, അത് സത്യം തന്നെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ മൂങ്ങയും നമ്മുടെ പ്രകാശനും കൂടി അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി നമ്മുടെ ഓട്ടോയിൽ, ഒരു ഓട്ടോറിക്ഷയിൽ നമ്മുടെ കാർത്തികയുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങുകയാണ്. കാർത്തിക കാണുമ്പോൾ തന്നെ, ഇവരെ കാണുമ്പോൾ തന്നെ കാർത്തികയുടെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുവാണ്. കാർത്തിക മനസ്സിൽ വിചാരിക്കണം, ദുഷ്ട കിളവി വന്നിരിക്കുന്നു, ഈ മകനെ കൊണ്ട് നടന്ന് സ്ത്രീ വിരോധിയാക്കി ഇയാളെ നാശകോശമാക്കി കിളവിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇവർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ കാർത്തിക ഓടിച്ചെല്ലുകയാണ്. മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. അമ്മുമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലുകയാണ്. ചെന്നിട്ട് കാർത്തിക അമ്മുമ്മയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ പറയണ, ഓ എൻ്റെ കുഞ്ഞ് നന്നായി വരും, എൻ്റെ പൊന്നുമോളെ, നിനക്ക് ഇത്രയും സ്നേഹം തോന്നിയല്ലോ നമ്മളോട്. ദേ ഇവന് 2 പെമ്മക്കളുണ്ടല്ലോ, കഷ്ടപ്പെട്ട് ഉള്ള പൈസ എല്ലാം ചിലവാക്കി കെട്ടിച്ചയച്ചാർക്ക്, കല്യാണം കഴിഞ്ഞ് പോയാർക്ക് അവളുമാർക്ക് ഞങ്ങളെ വേണ്ട എന്നൊക്കെ പറയാണ് മുത്തശ്ശി പറയുകയാണ്. ഇവൻ എന്തുമാത്രം സ്നേഹിച്ചതാണെന്നറിയാമോ അവളുമാരെ, എന്നിട്ടിപ്പോൾ ഒരുത്തിയൊക്കെ വേണ്ട. എന്നെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ മുഖം വെട്ടിത്തിരിഞ്ഞാൽ നടക്കുന്നത്, വൃത്തികെട്ട വർഗ്ഗങ്ങൾ, എനിക്കിതിനെയൊന്നും കണ്ണിന് നേരെ പോലും കണ്ടുകൂടാ എന്നൊക്കെ ഇങ്ങനെ മൂങ്ങ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കാർത്തികയ്ക്ക് അറിയാം, ഈ മുഴുവൻ കള്ളത്തരവും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് വന്നിരുന്ന് പറയുന്ന കേട്ടില്ലേ. അങ്ങനെ നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് കാർത്തിക പറയാണ്, അത് പോട്ടെ അമ്മൂമ്മേ, അവരെയൊക്കെ കുറിച്ച് എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? പിന്നെ എനിക്കൊരു കാര്യമുണ്ട് അച്ഛാ, എനിക്കവരെ കാണണം. ഉടനെ പ്രകാശൻ അന്തം വിട്ടുപോയി. അപ്പോൾ ഉടനെ പറയുകയാണ്, എനിക്കവരെ കണ്ടേ തീരൂ. കാരണം ഇത്രയും ദുഷ്ടത്തികളായ സ്ത്രീകളെ, ഇത്രയും ദുഷ്ടത്തികളായ പെൺമക്കളാണല്ലോ അച്ഛൻ്റെ മക്കളായിട്ടുള്ളത്, അപ്പോൾ അവരെ ഒന്ന് കണ്ടിരിക്കട്ടെ. അപ്പോൾ ഉടനെ പ്രകാശം പറയാണ്, വേണ്ട മോളെ, അവരെയൊന്നും കാണണ്ട, അഴുക്ക കൂട്ടങ്ങളാ, കാണാൻ കൊള്ളില്ല. ഇനി നീ അഥവാ മോള് ചെന്ന് കണ്ടാലുണ്ടല്ലോ, എന്നെ എൻ്റെ അമ്മയെ പറ്റി മോശം കാര്യങ്ങളായിരിക്കും പറയുന്നത്, അറപ്പ് തോന്നുന്ന രീതിയിലേ അവർ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് മോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോള് വിചാരിക്കും ചിലപ്പോൾ ഉള്ളതാണെന്ന്. കള്ളക്കൂട്ടങ്ങളാ മോളെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാർത്തിക മനസ്സിൽ വിചാരിക്കണം, എടാ ദുഷ്ടാ, എനിക്കറിയാം കള്ളക്കൂട്ടങ്ങൾ ആരാണെന്ന്, തന്നെ ഞാൻ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്, അതിനുള്ള സമയം വരട്ടെ എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഒടുക്കത്തെ അഭിനയം കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നമ്മുടെ പ്രകാശനോട് പറയുകയാണ്, കാർത്തിക പറയുകയാണ്, അച്ഛൻ ചെന്നിട്ട് മുത്തശ്ശിക്കുള്ള മുറി കാണിച്ചു കൊടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശൻ മുത്തശ്ശിയെ കൊണ്ട് മുറി കാണിക്കാനായിട്ട് പോവുകയാണ്. കാർത്തിക ഇങ്ങനെ കടിച്ച് കീറാനായിട്ടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയാണ്. അങ്ങനെ നമ്മുടെ പത്തരമാറ്റ് സീരിയലിൻ്റെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.